ഹലോ, ഇന്നിപ്പോൾ ഞാൻ സ്റ്റിച്ചിങ്ങിൽ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് ഇൻവിസിബിൾ സിബ്. ഇത് തുടക്കക്കാർക്കാണ്. തുടക്കക്കാർക്ക് പലർക്കും ഇത് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ അറിയാൻ പാടില്ലാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയാണ് ഞാനിത് കാണിക്കുന്നത്. ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഓരോ മെഷീനിൽ ചേഞ്ച് ചെയ്യേണ്ട ഓരോ ആക്സസറീസുകളുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സാധാരണ ഇടുന്ന നോർമൽ പ്രഷർ ഫുട്ടാണ്. ഇതിൽ ചെയ്യാം. വൺ സൈഡ് പ്രഷർ ഫുട്ടിലൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കൊക്കെ അത് പറ്റും. കാരണം നമ്മൾ തുടക്കക്കാരടിക്കുമ്പോൾ ചിലപ്പോൾ ഒരു നൂല് ആ സിബിൻ്റെ ഇടക്കോട്ട് കയറി ആ സിബ് ചിലപ്പോൾ നമുക്ക് ഉപകാരപ്രദമാവില്ല. അതുകൊണ്ട് നമ്മൾ ഇതടിക്കേണ്ട ഒരു പ്രഷർ ഫുട്ടാണ് ഇപ്പം ഞാൻ കയ്യിലെടുത്തിരിക്കുന്ന ആ പ്രഷർ ഫുട്ട്. അത് ഇട്ട് കഴിഞ്ഞെന്നാൽ നമുക്ക് എളുപ്പത്തിൽ ഇത് അടിച്ചെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സാധാരണ പ്രഷർ ഫുട്ട് ഞാൻ മാറ്റിയിട്ട് ഞാൻ ഈ സിബ് അടിക്കാൻ വേണ്ടിയിട്ട് ആ പ്രഷർ ഫുട്ട് ഇടുവാണ്. ഈ പ്രഷർ ഫുട്ടിൽ ഒരു ഹോള് വരുന്നുണ്ട്, കണ്ടോ? ആ ഹോളിൽ കൂടിയാണ് നമ്മുടെ മെഷീനിൽ ഇട്ടിരിക്കുന്നത് നമ്മുടെ നീഡിൽ കയറി പോകുന്നത്. അപ്പോൾ ആ ഹോള് ആ മെഷീൻ്റെ നീഡിലിൻ്റെ ഭാഗം കയറത്തക്ക വിധത്തിൽ നമ്മൾ പ്രഷർ ഫുട്ട് സാധാരണ ഇടുന്ന പോലെ നമ്മളൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രഷർ ഫുട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് കറക്റ്റായിട്ട് സിബിൽ അല്ലാതെ നമ്മൾ ആ കറക്റ്റ് തയ്ക്കുന്ന അലൈൻമെൻറ്റിൽ കൂടി തന്നെ നമ്മൾ തയ്ക്കുന്ന സ്റ്റിച്ച് കയറി ഇറങ്ങി വരും. അല്ലാതെ വേറെ എങ്ങോട്ടും സ്റ്റിച്ച് ചേഞ്ച് ആവില്ല. അപ്പോൾ സിബ് നമുക്ക് കംപ്ലൈൻ്റ് ആകുകയില്ല, കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഒരു നൂല് കയറിയാൽ മതി, നമുക്ക് പിന്നെ ഈ സിബ് ഇടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് അവിടെ വെച്ച് സ്റ്റക്കായി പോകും. അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രഷർ ഫുട്ട് ഇടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചുരിദാറിൻ്റെ ആണെങ്കിലും ഫ്രോക്കിൻ്റെ ആണെങ്കിലും ഒക്കെ നമ്മൾ സിബ് തയ്ക്കുമ്പോൾ നമ്മളതിൻ്റെ സെൻട്രൽ പാർട്ട് എവിടത്തോളമാണോ നമുക്ക് സിബ് വേണ്ടത്, ലെങ്ത്ത് വേണ്ടത്, അതായത് ഷോൾഡറിൽ നിന്ന് താഴേക്ക് എവിടത്തോളമാണോ വേണ്ടത് അവിടെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളത് കൃത്യം രണ്ടാക്കി മടക്കിയിട്ട് സെൻട്രൽ, ഇപ്പോൾ ബാക്ക് പീസാണെന്ന് വിചാരിക്കുക ചുരിദാറിൻ്റെ, അപ്പോൾ അതിൻ്റെ സെൻറ്ററാണ് നമ്മൾ ഈ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. എവിടത്തോളമാണോ നമ്മൾ നോട്ട് ചെയ്തത് അവിടത്തോളം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അപ്പോൾ ഇത് ഇങ്ങനെ വരുമല്ലോ. എന്നിട്ട് ഇതിലേക്കാണ് നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ സിബ് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ റെഡ് കളർ എടുത്തത് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പം സെയിം കളർ എടുത്താൽ ചിലപ്പോൾ അതിൻ്റെ അടിപ്പ് പോകുന്നതൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ റെഡ് എടുത്തത്. അപ്പം നമ്മൾ ഈ സിബ് എടുത്തിട്ട് നമ്മൾ സിബ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉണ്ടോ, ആ ഭാഗം മൊത്തം അകത്തേക്ക് പോകണം. എന്നിട്ട് നമുക്ക് ആ സിബിൻ്റെ ആ ഒരു ചെറിയ പോർഷൻ അതുപോലും കാണില്ല, അതുപോലെ ഇരിക്കണം. അതായത് സിബ് വെക്കുന്നത് കാണാനേ പാടില്ല. അതാണല്ലോ ഇൻവിസിബിൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഞാൻ ഒന്നുകൂടി കാണിക്കുകയാണ്. ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ രണ്ട് ഭാഗങ്ങളുണ്ടല്ലോ, അതിൽ ഒരു ഭാഗം, ഇപ്പോൾ ഫസ്റ്റ് ഭാഗം നമ്മൾ എടുത്തിട്ട് നേരെ ഒന്ന് മറിക്കുക. അതായത് ഇപ്പോൾ പിടിച്ചിരിക്കുന്ന വസ്തു നേരെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആദ്യത്തെ സൈഡിലേക്ക്, തുണിയുടെ ആദ്യത്തെ സൈഡിലേക്ക് നമ്മളതൊന്ന് വെച്ച് കൊടുത്തിട്ട് അടിക്കുവാണ്. ഇപ്പോൾ സിബിൻ്റെ വശം നമ്മുടെ തുണിയുടെ ഇപ്പുറത്തെ വശത്തും തുണിയുടെ എൻഡിലല്ല വരുന്നത് കേട്ടോ, തുണിയുടെ ഇപ്പുറത്തെ സൈഡിലാണ് സിബിൻ്റെ വശം വരുന്നത്. ഇപ്പം ഞാൻ വെച്ചേക്കുന്നത് ഞാനൊന്ന് കാണിച്ചു തരാതെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആ പ്രഷർ ഫുട്ടിൽ രണ്ട് റൈറ്റും ലെഫ്റ്റും സൈഡ് പോകുന്നുണ്ട്. ഇപ്പോൾ ഇപ്പോൾ കണ്ടോ, റൈറ്റും ലെഫ്റ്റും പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൂടി ഇപ്പോൾ ഈ സിബ് ഞാൻ തിരിച്ച് വെച്ചിട്ട് ആ ഭാഗം മൊത്തം അതിലേക്കങ്ങ് കയറി അടിപ്പ് വരും. ഇപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ അവിടെ നിന്ന് തെന്നി സിബ് പോകത്തുമില്ല. നമുക്ക് അടിപ്പ് കറക്റ്റായിട്ട് അതിൽ കൂടി തന്നെ കറക്റ്റായിട്ട് നമുക്ക് എവിടത്തോളമാണോ വേണ്ടത് അവിടത്തോളം കിട്ടും. ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തിന് 1.5 ഇഞ്ച് മേളിലായിട്ട് നമ്മൾ ഈ അടിപ്പ് നിർത്തണം കേട്ടോ. അറ്റം വരെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കണ അറ്റം വരെ അടിക്കരുത്. 1.5 ഇഞ്ച് മേളിലായിട്ട് നമ്മളൊന്ന് നിർത്തണം. കണ്ടോ, അവിടെ നിന്ന് 1.5 ഇഞ്ച് മേളിലായിട്ട് അടിപ്പ് നിർത്തണം. അപ്പോൾ തുടക്കത്തിലേയും കെട്ടിയിട്ട് അടിക്കണം, എൻഡിൽ വരുമ്പോൾ അവിടെയും നമ്മളൊന്ന് ലോക്ക് ചെയ്ത് കെട്ടിയിട്ട് നിർത്തണം. അവിടെ നിർത്തി എന്നിട്ട് അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ആ നൂലൊക്കെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. കാരണം നൂല് ഒരെണ്ണം ഒരിത്തിരി ഇടക്ക് കയറിയാൽ മതി, സിബ് സ്റ്റക്കായി പോകും. നൂലെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് ഇപ്പോൾ നോക്കിക്കേ, ഇപ്പം ഞാനിത് അടച്ചൊന്ന് കാണിച്ചു തരാം. നമുക്ക് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഭാഗം മൊത്തം അകത്ത് പോയി. ഇനി അപ്പുറത്തെ ഒരു സൈഡാണ് നമുക്കുള്ളത്. ആ ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അതായത് നേരെ ഒന്ന് നേരെ തുറക്കുക, എന്നിട്ട് നേരെ ഒന്ന് തിരിക്കുക. കണ്ടോ, ഇപ്പോൾ തുണിയുടെ എൻ്റെ ഭാഗത്തല്ല സിബ് വരുന്നത്, അപ്പുറത്തെ സൈഡാണ്. എന്നിട്ട് നമ്മൾ ആ ലോക്കിൻ്റെ അപ്പുറത്തെ സൈഡുള്ള ഒരു റൈറ്റ് സൈഡ് ഉണ്ടല്ലോ അതിൽ കൂടി അടിപ്പ് കൊടുക്കുക. എന്നിട്ട് ഇത് അടിച്ച് നിർത്തിയിരിക്കുന്ന ആ ഭാഗത്ത് തന്നെ, അതായത് എവിടെയാണോ വേണ്ടത് അതിന് 1.5 ഇഞ്ചിൽ മുകളിലായിട്ട് അതും ഒന്ന് ലോക്കിട്ട് നിർത്തുക. എന്നിട്ട് നൂലൊക്കെ കട്ട് ചെയ്യുക.
ഇനിയൊന്ന് നിങ്ങൾ നോക്കണം കേട്ടോ. കണ്ടോ, ഇപ്പോൾ സിബ് നമ്മൾ അടിച്ച് കഴിഞ്ഞു. എന്നിട്ട് ഈ ബാക്കി വരുന്ന ഭാഗം ആ ഹോളിൽ കൂടി, അതായത് 1.5 ഇഞ്ച് നിർത്തിയ ആ ഒരു ഹോളുണ്ടല്ലോ അവിടെ, അതിൽ കൂടി അകത്തേക്ക് ഇടുക. ഇപ്പം നമ്മൾ സിബ് അടിച്ച് കഴിഞ്ഞു. ഇപ്പം നോക്കിയേ, കണ്ടോ ആ റെഡ് ഭാഗം ആ അടുപ്പിൽ എങ്ങും കാണുന്നില്ല, കറക്റ്റായിട്ട് അത് മറഞ്ഞു പോയി. കണ്ടോ, ഇതിനാണ് ഞാൻ റെഡ് എടുത്തത്. കണ്ടോ, പിന്നെ മേൽഭാഗത്ത് കാണുന്ന ആ ഒരു ഇത്, അത് സെയിം കളർ സിബിൻ്റെ ഇത് വരുമ്പോൾ മാറിക്കോളും. ഇപ്പോൾ താഴെ ഭാഗത്ത് കാണുന്ന ആ ഹോളില്ലേ, 1.5 ഇഞ്ച് ഹോള്, അത് നമ്മൾ അടിക്കാൻ പോവുകയാണ്. ബാക്കി വരുന്ന ഭാഗം സിബ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ, അവിടെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം, 1 ഇഞ്ച് താഴത്തേക്കിട്ട് കട്ട് ചെയ്ത് മാറ്റാം. പക്ഷെ ഞാനിത് മാറ്റുന്നില്ല, കാരണം ഈ സിബ് ഇപ്പം എനിക്ക് യൂസ് ചെയ്യാമല്ലോ അഴിച്ചെടുത്തെന്നാൽ, അതുകൊണ്ട് ഞാനിത് മാറ്റുന്നില്ല. എന്നിട്ട് നമുക്ക് ബാക്കി വരുന്ന ഭാഗം ഹോള് അടിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ഈ പ്രഷർ ഫുട്ട് ചേഞ്ച് ചെയ്യണം. എന്നിട്ട് നമ്മുടെ 1 സൈഡ് ഇടാം, നമ്മുടെ നോർമലും ഇടാം. പക്ഷേ 1 സൈഡ് ഇടുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗി. അപ്പോൾ അതിൻ്റെ അരികെ തന്നെ നമുക്ക് അടുപ്പ് കിട്ടും. അപ്പം നമ്മൾ 1 സൈഡ് പ്രഷർ ഫുട്ട് ഇത് ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ 1 സൈഡ് പ്രഷർ ഫുട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആ ഹോള് വരുന്ന ഭാഗം നമ്മളങ്ങ് അടിച്ച് കളയണം. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമേ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കണേ വീഡിയോയിൽ. അപ്പം ഞാൻ 1 സൈഡ് പ്രഷർ ഫുട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഹോള് വരുന്ന ഭാഗം നേരെ ചേർത്ത് വെച്ചിട്ട്, അതായത് ആ ഉണ്ട് ആ സിബിൻ്റെ തൊട്ട് പറ്റി ആ ലോക്ക് ചെയ്ത വശയില്ലേ, അവൻ്റെ തൊട്ട് പറ്റിയെന്ന് താഴേക്ക് ഒരു ചെറിയൊരു വി ഷേപ്പിൽ അടിപ്പങ്ങ് കൊടുക്കുക. അതായത് ആ വി ഷേപ്പിൻ്റെ താഴെ വരെ ഒരു ചെറിയൊരു വി ഷേപ്പിൽ അടിപ്പ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ അതവിടെ ക്ലോസ്ഡായി. കണ്ടോ, ഈ ബാക്കി വരുന്ന സിബ് നിങ്ങൾക്ക് മുറിച്ച് കളയാട്ടോ ആവശ്യം കഴിഞ്ഞെന്ന്. ഉണ്ടോ, ഇപ്പോൾ അതും ക്ലോസ്ഡായി. ഇപ്പം നമ്മൾ വളരെ എളുപ്പത്തിൽ ഈ ഒരു ആക്സസറീസും കൊണ്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒത്തിരി ആക്സസറീസ് ഉണ്ട്, നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇതൊന്നും പലർക്കും അറിയാത്തത് കൊണ്ടായിരിക്കും നമ്മളിതൊന്നും യൂസ് ചെയ്യാതെ പോകുന്നത്. ഇതൊക്കെ യൂസ് ചെയ്ത് അടിച്ചെന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ചിങ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ കണ്ടോ, ഇപ്പം നമുക്ക് അതൊക്കെ നല്ല വൃത്തിയായിട്ട് ഒട്ടും കാണാത്ത രീതിയിൽ അടിച്ചൊക്കെ സിബ് മറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ.